ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചെടികളെ കുറിച്ചാണ് കേട്ടോ. ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഏത് വീടിൻ്റെ അകത്ത് പോയാലും പുറത്ത് പോയാലും ചെടികൾ കൊണ്ട് മനോഹരമാക്കിയ നല്ല നല്ല കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ചെടികളെ സ്നേഹിക്കാത്തവർ പോലും ഇപ്പോൾ ചെടികളെ സ്നേഹിച്ച് വീടിൻ്റെ അകത്തേക്ക് പച്ചപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചെടികളുടെ ഗുണവും അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അകത്ത് വളർത്തുന്ന ചെടികളെ പോലെ തന്നെ ഷെയ്ഡുള്ള ഭാഗത്ത് വളർത്തുന്ന മനോഹരമായ ചെടികളാണ് അഗ്ലോണിമ ചെടികൾ. അത് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക വീടുകളിലും പുറത്ത് ഷെയ്ഡുള്ള ഭാഗത്ത് മുഴുവൻ അഗ്ലോണിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് അഗ്ലോണിമ ചെടികൾ പുതിയത് വന്നതും അതുപോലെ കുറച്ച് മിനിയേച്ചർ ആന്തൂറിയം പുതിയ ചെടികൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ആന്തൂറിയം ചെടികൾ നമുക്ക് വീടിൻ്റെ ഷെയ്ഡുള്ള ഭാഗത്ത് നട്ടുകൊടുക്കാൻ പറ്റിയ ചെടികളാണ്. ഒരുപാട് കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് ആന്തൂറിയം. ആന്തൂറിയത്തിൽ വൈറ്റും പിങ്കും കൂടെ ഫ്ലവർ ചേർന്ന് വരുന്ന ഒരു ചെടിയാണിത്. വളരെ കുറഞ്ഞ പ്ലാന്റാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. പിന്നെയുള്ളത് വയലറ്റ്, ഇതുപോലുള്ള നീളൻ ലീഫുകളായിട്ടുള്ള വയലറ്റ് ചെടി ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. ഈ ഒരു വയലറ്റ് ചെടിയുടെ ലീഫുകളും നല്ല നീളൻ ലീഫായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ റെഡ് ചെടികളും ചെറിയ തൈകളൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇത് പിങ്ക് കളറാണ്. ഈ ഒരു ചെടിയും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിളാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് കളറാണ്. ഈ വൈറ്റ് കളറും ഇപ്പോൾ അവൈലബിളാണ്. വളരെ കുറഞ്ഞ പ്ലാന്റാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നീടുള്ളത് അഗ്ലോണിമ സുക്സം റെഡാണ്. സുക്സം റെഡ് കൂടുതൽ പ്ലാന്റുകളില്ല, വളരെ കുറഞ്ഞ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് അത്യാവശ്യം മെച്ചൂർഡായ ഹെൽത്തി ആയ പ്ലാന്റാണ് കേട്ടോ. ഇനിയുള്ള പ്ലാന്റ് കോബ്ര പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റും നല്ല റൗണ്ട് ലീഫായിട്ട് വരുന്നൊരു പ്ലാന്റാണ്, ഭംഗിയുള്ള പ്ലാന്റാണ്. ഇനി അടുത്തത് നല്ല ഭംഗിയുള്ള നമ്മുടെ ഗാർഡന് ഭംഗി കൂട്ടാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ. നല്ല പിങ്ക് കളറായിട്ട് ഗ്രീനും പിങ്കും കൂടെ മിക്സായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിളാണ്. അടുത്ത പ്ലാന്റ് പിങ്ക് എമറാൾഡാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയാണ് കേട്ടോ ഇതിന്. നല്ല പിങ്ക് കളറായി വരും, നല്ല റൗണ്ട് ലീഫുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇനി നമ്മുടെ കയ്യിൽ അടുത്തതായിട്ടുള്ളത് ബ്ലാക്ക് പാന്തറാണ്. ബ്ലാക്ക് പാന്തറിൽ വലിയതും ഈ ഒരു വലുപ്പമുള്ളതുമായ പ്ലാന്റുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. അതേപോലെ തന്നെ സിയാം ഗോൾഡ്, സിയാൻ ഡയമണ്ട്, ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയുള്ള പ്ലാന്റ് സോംബാറ്റ്സിയാമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള റെഡ് കളറായിട്ട് നല്ല റൗണ്ട് ലീഫുകളൊക്കെ ആയിട്ട് തിങ്ങി വരുന്നൊരു പ്ലാന്റാണ്. ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ്. ഇനിയുള്ളത് റെഡ് വാലന്റൈൻ ആണ്. നല്ല ഹെൽത്തിയായ ഭംഗിയുള്ള പ്ലാന്റാണ്. ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമകളുടെ ഇടയിലേക്ക് വെച്ച് കൊടുത്താൽ വളരെ മനോഹരമായൊരു പ്ലാന്റാണ് റെഡ് വാലന്റൈൻ. ഇനി ഭംഗിയുള്ള ചെടിയാണ്, നല്ല കോസ്റ്റുമാണ്, ഹെൽത്തിയായ പ്ലാന്റുമാണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയയ്ക്കുക. ഇനിയുള്ളത് യെല്ലോയും ഗ്രീനും ഒക്കെ മിക്സായ ലക്കാച്ചി പ്ലാന്റ്. നല്ല ഭംഗിയുള്ള നല്ല തിളക്കമുള്ള ഇലകളോട് കൂടിയ നല്ല ഹെൽത്തിയായ ചെടിയാണ്. ഗ്രീൻ വെറൈറ്റികളിൽ മികച്ചു നിൽക്കുന്ന റിഫ്ലക്ടർ പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയതാണ്, ബുഷിയായ പ്ലാന്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇനിയുള്ളത് മുമ്പ് കാണിച്ച പിങ്കിൻ്റെ അതേ പ്ലാന്റാണ്. ഇതും നല്ല ഹെൽത്തിയായി നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. റയാൻ ഗോൾഡ് പ്ലാന്റാണ്. നല്ല യെല്ലോയിഷ് കളറായിട്ട് നല്ല ബുഷിയായ നല്ല ഹെൽത്തിയായ പ്ലാന്റാണ്. അതുപോലെ ഈ പേരറിഞ്ഞൂടാത്ത പ്ലാന്റാണ് ഇത്. ഇതും നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തിയായ പ്ലാന്റാണ്.
പിന്നെയുള്ളത് റെഡ് എമറാൾഡാണ്. റെഡ് എമറാൾഡിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഭംഗിയിൽ ഏറ്റവും മികച്ച് നിൽക്കുന്ന പ്ലാന്റാണ് റെഡ് എമറാൾഡ്. ഇനിയുള്ളത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. പിങ്ക് ലിപ്സ്റ്റിക്കാണ്. നല്ല പിങ്ക് കളറായി ലീഫുകൾ മാറും. ഒരു യെല്ലോയിഷ് കളറും കൂടെ സ്പ്രെഡായി വരുന്നൊരു ചെടിയാണ്. അഗ്ലോണിമ പപ്പായ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നല്ല നീളൻ വീതി കൂടിയ നല്ല ലീഫുകളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ലഗസിയുടെയൊക്കെ ഒരു ടച്ച് വരുന്ന പ്ലാന്റാണ്. ഭംഗിയുള്ള പ്ലാന്റാണ്. അടുത്തതായിട്ട് ഫ്രോസൺ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റുകളാണ് ഫ്രോസൺ വന്നിട്ടുള്ളത്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ ബന്ധപ്പെടുക. മുമ്പ് കാണിച്ച പിങ്കിൽ പെട്ട വേറൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ലീഫുകൾ കുറച്ച് നീളം കൂടിയ ലീഫുകളാണ്. നല്ല ഭംഗിയുള്ള നല്ല ഡോട്ടുകൾ നിറഞ്ഞൊരു പ്ലാന്റാണ്. ഇനിയുള്ളതൊരു പഴയ പ്ലാന്റാണ്. എങ്കിലും ഗാർഡനിൽ എല്ലാ പ്ലാന്റുകളും വാങ്ങിക്കുന്നതിനിടയിൽ ഇതിനുള്ള ഒരു സ്ഥാനം വേറെയാണ്. നല്ല ഗ്രീൻ കളറും അതിൻ്റെ എഡ്ജിലൂടെ വൈറ്റ് കളറും കൂടെ സ്പ്രെഡായ ഒരു പ്ലാന്റാണ്. ഇതും പിങ്ക് വാലൻറ്റൈൻ തന്നെയാണ്. പിങ്ക് വാലൻറ്റൈൻ ചെറിയ പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പ്ലാന്റ് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒട്ടുമിക്ക പ്ലാന്റും സെയിലായി. ഇനി 2 പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ വെറൈറ്റി പ്ലാന്റാണ് കേട്ടോ. ഇനിയുള്ളത് സ്റ്റാർ ഡസ്റ്റ് പ്ലാന്റാണ്. സ്റ്റാർ ഡസ്റ്റ് നല്ല ബുഷിയായിട്ടുള്ള തന്നെ നല്ല മെച്ചോർഡായ നല്ല ഹെൽത്തിയായ തൈയൊക്കെ വരാനായ പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനുള്ളത്. നല്ല റെഡ് കളർ സ്പ്രെഡായിട്ട് നല്ല ഭംഗിയോടെ വളർത്താൻ പറ്റിയ പ്ലാന്റാണ് സ്റ്റാർ ഡസ്റ്റ്. ഇതും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ്. ഇനി ലെഗസി പ്ലാന്റ് പിങ്കും അതുപോലെ തന്നെ ഗ്രീനും ഒക്കെ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ചോദിച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നു. ഈ ഒരു പ്ലാന്റ് മറ്റൊരു വെറൈറ്റി പ്ലാന്റാണ്. ഇതും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയുള്ളത് പനാമ റെഡാണ് കേട്ടോ. പനാമ റെഡ് നല്ല വലിയ ബുഷിയായ പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റാണ്. നല്ല ഭംഗിയുണ്ട്. ഒരു ചട്ടി നിറയെ വിടർന്ന് നിൽക്കുന്ന പ്ലാന്റാണ്. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ സെയിലിന് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലാത്തിയ ചെടികൾ, ഈ ഒരു വ്യത്യസ്തമായ കലാത്തിയ ഉണ്ട്. അതുപോലെ ഈ ഗ്രീൻ വെറൈറ്റി കലാത്തിയ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ കാണിക്കുന്ന ഒട്ടുമിക്ക പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ബിർക്കിൻ പ്ലാന്റ് നമ്മുടെ കയ്യിൽ പിങ്കും അതിൻ്റെ ഗ്രീനും വെറൈറ്റി കയ്യിലുണ്ട്. എല്ലാ പ്ലാന്റുകളും ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിലൂടെ അയച്ചു തന്നാൽ ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. DTDC കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ അയച്ചു തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. ആവശ്യമുള്ളവർ ഈ ഒരു നമ്പറിൽ നമ്മുടെ വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കോ കുടുംബത്തിനോ ആർക്കെങ്കിലും ചെടികളുടെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.